I hear the sounds of your heartbeat. I can hear it now. I can hear it now. I hear the sounds. I can hear it now. ഇപ്പോൾ നമുക്ക് ഹലോ ഫ്രഷിൻ്റെ ഡിന്നർ ഇസ് സോൾഡ്. ഹലോ ഫ്രഷിൻ്റെ ഇത് ഡെലിവറി വന്നിട്ടുണ്ട്. ഹലോ ഫ്രഷ് എന്ന് പറയുന്ന കമ്പനി നമുക്കിങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു 4 ഡേയ്സിലേക്കുള്ള ഡിന്നറിൻ്റെ ഒരു ഓർഡർ ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് ടൈം. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഓർഡറിൽ 50% ഓഫ് ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് അവരുടെ ഒരു വെൽക്കം ടു ഹലോ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലയർ ഉണ്ട്, മെനു പോലെ. അതിനുശേഷം ദാ അവരുടെ റെസിപ്പീസാണിത്. നമുക്ക് ഇതാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. ക്രീമി റിഗാറ്റോണി എന്ന് പറഞ്ഞിട്ടൊരു പാസ്റ്റ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാക്കണ്ടാവും. പിന്നെ അത് എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ള റെസിപ്പി ബാക്കിൽ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റിർ ഫ്രൈഡ് ഹോയ്സിൽ ചിക്കൻ നൂഡിൽസാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത ഏതാണ് ക്ലാസിക് ബീഫ് മീൻസ് കോട്ടേജ് ഫ്രൈ. കോട്ടേജ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊന്ന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയും ഇൻഗ്രീഡിയൻസും ഒക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ചില്ലി ബീഫ് ബൊറിറ്റോ ബൗൾ, അങ്ങനെ അതിനുള്ള ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ്. ഇത് 3 പേർക്കുള്ളതാണ് കേട്ടോ. 4 അല്ല കേട്ടോ, ഞാൻ 5 വാങ്ങിയിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്. സ്റ്റിക്കി ബീഫ് റൈസ് ബൗൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, പിന്നെ അതിൻ്റെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് പടമൊക്കെ ഉണ്ട് വരും. ഇത് ആണുള്ളത് 3 ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്പർ എഴുതിയിട്ടുണ്ട് ഓരോ ഇൻസ്ട്രക്ഷൻസും. 11 എന്ന് പറയുന്ന ബൊറിറ്റ് സ്റ്റിക്കി ബീഫ് റൈസ് ബൗളാണ്. 19 അപ്പോൾ അവർ ആ നമ്പർ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്നിട്ട് ഡെലിവറി ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ എടുത്ത് വെക്കണം. അപ്പോൾ ഓരോ കവറിനകത്തും അത് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അല്ല ഉണ്ടാക്കിയിട്ട് ചിൽഡ് ഗുഡ്സ് ഇൻസൈഡ്. നമുക്ക് ചിൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ ബീഫൊക്കെ കെടാതിരിക്കാൻ വേണ്ടി ഐസ് ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്പർ 2, നമ്പർ 1 27. അപ്പോൾ ഇതാ ഞാനതെല്ലാം എടുത്ത് ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് അവർ ഒരു ഫ്ലയറും പിന്നെ ഇതാ ഒരു ഫ്രീ ബോക്സിൻ്റെ ഒരു വൗച്ചേഴ്സും 3 വൗച്ചറും കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3 ഫ്രണ്ട്സിന് കൊടുക്കാൻ തോന്നുന്നു. വെറുതെ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ എനിക്കിത് ഓരോന്നും അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ ഞാൻ ക്രീമി പാസ്തയാണ് വെക്കുന്നുണ്ടെങ്കിൽ 19. അപ്പോൾ ഇതങ്ങ് ഡയറക്റ്റായിട്ട് എടുത്താൽ മതി. പിന്നെ 1 ആണെങ്കിൽ അത്. പിന്നെ നമ്മളുടെ ചിൽഡ് ഗുഡ്സൊക്കെ ഇതാണ് 1. 3 ആളുകൾക്കുള്ള പോർഷൻസാണ് ഇതിനകത്തുള്ളത്. ഇത് കുക്ക് ചെയ്യുമ്പം ഇതെങ്ങനെയാണ്, ഇന്നിപ്പോൾ തൽക്കാലം റൈസായിരുന്നു ഇന്നലെ കഴിച്ചത്. അപ്പോൾ നമുക്കിന്ന് തൽക്കാലം പാസ്ത ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ. 19 ഏറ്റവും എളുപ്പമുള്ളത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. 19 ഫുഡ് ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ല ഐസ് ബാഗ് ഇട്ടാൽ വരുന്നുണ്ട്. ഐസ് ഉണ്ട്. അപ്പോൾ ഐസ് ഇങ്ങനെ ബാഗിനകത്താക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ആമസോണിൻ്റെ ഡെലിവറി ചെയ്യുമ്പോഴും അവരിങ്ങനെ ഐസ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ക്രീമുണ്ട്, ബീഫുണ്ട്, ഗാർലിക് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഹാർഡ് ചീസ് ഇതെല്ലാം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അല്ല ഇങ്ങനെ ഐസിട്ടാണ് വരുന്നത്. ഐസിട്ടൊക്കെ വരില്ല, അവർ പുറത്തുകൊണ്ട് വെച്ചിട്ട് വരുന്നതല്ലേ ബീഫ് മീൽസ്. ഇത് 240 grams ആണ്, 360 ഗ്രാമിൻ്റെ ബീഫ് മീൽസ്. നമുക്ക് വൺസ് ഇതിൻ്റെ റെസിപ്പിയും അതിന് യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഗാർലിക്കിൻ്റെ ഒരു അവസ്ഥ
നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാസ്ത കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് 3 പേർക്ക് അവർ 270 ഗ്രാം പാസ്തയാണ് പറഞ്ഞിരുന്നത്. അത് 11 മിനിറ്റ് കുക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാൻ പാസ്ത കഴുകിയിട്ട് പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് അരിയാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയുള്ളിയാണ് കേട്ടോ, ഷാലറ്റ്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, അത് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്ത് എടുക്കുക, പ്രസ് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പ്രസ് ചെയ്തെടുക്കുക ഗാർലിക്ക്. പിന്നെ ഇത് കോഷിറ്റാണ് കേട്ടോ, കോഷിറ്റ് അത് നമ്മൾ ഇങ്ങനെ പീൽ ചെയ്തിട്ട് എടുക്കുന്നത്. പീലർ വെച്ചിട്ട് റിബൺ പോലെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക. കണ്ടോ, റിബൺ പോലെ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുക. പിന്നെ ഇത് ലെമൺ സെസ്റ്റാണ്. പിന്നെ നമുക്ക് ലെമണിൻ്റെ പകുതി വേണം, ഹാഫ് ചെയ്ത ലെമണും അത്രയുണ്ട്. ഇത്രയും നമുക്ക് അരിയാനുള്ളൂ. ഇത് ഉള്ളി, ഷാലറ്റ്സ്, ഗാർലിക്ക്, കോഷിറ്റ്, പിന്നെ നമ്മുടെ ലെമൺ സിസ്റ്റ്. ഇത്രയേ ഉള്ളൂ നമുക്ക് അരിയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൂ പ്രിപ്പറേഷൻ വർക്ക്സ്. നമ്മുടെ പാസ്ത അവിടെ ഇരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞത് കൂടാതെ നമുക്ക് വേണ്ടുന്നത് സ്പിനച്ച് വേണം നമുക്ക്. അപ്പോൾ അത് അവിടെ ഉണ്ട്. പിന്നെ ഹാർഡ് ചീസ്, ഗ്രേറ്റഡ് ഹാർഡ് ചീസ്, അത് 60 ഗ്രാമാണ് തന്നിരിക്കുന്നത് 3 പേർക്ക്. ഒരാൾക്ക് 20 ഗ്രാംസ് വെച്ചിട്ട്. പിന്നെ വെജിറ്റബിൾ സ്റ്റോക്ക് പോട്ട്, അത് 15 ഗ്രാം. പിന്നെ ക്രീം. ഇത്രയാണ് ഉള്ളത്. ഇത് 150 ഗ്രാമാണ് എനിക്ക് കിട്ടിയത്. ഇവർ പറയുന്നതനുസരിച്ച് 3 പേർക്ക് 225 ഗ്രാം വേണമെന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ ക്വാണ്ടിറ്റീസൊക്കെ തന്നിട്ടുണ്ട് എത്ര വേണം എന്നുള്ളത് ഓരോ ആളുകൾക്കനുസരിച്ച്. 2 പേർക്ക്, 3 പേർക്ക്, 4 പേർക്ക്. പിന്നെ നമ്മുടെ അടുത്ത് നമ്മൾ പാസ്ത കുക്ക് ചെയ്തെന്ന് ഒരു 150 മില്ലി അതിൻ്റെ വെള്ളം എടുത്ത് റിസർവ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ. ഇനി പാസ്ത കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പാസ്ത ഡ്രെയിൻ ചെയ്തു. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഡ്രസ്സിൽ ചെയ്തിട്ട് ഒഴിച്ചിട്ടൊന്ന് നമ്മൾ നിലക്കി കൊടുക്കണം. അത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ, പാസ്ത ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് അതിലേക്ക് ആദ്യം നമ്മളിങ്ങനെ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന കോഷിറ്റല്ലേ അത് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഉപ്പും കുരുമുളകും കൂടി ചേർത്തിട്ട് വേണം ഇങ്ങനെ ഒന്ന് ചൂടാക്കി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. കോഴിച്ചിട്ടൊക്കെ വെന്ത് ഇടിഞ്ഞ് ഒരു കൂട്ടമായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ സ്പിനച്ചും ക്രോഷിറ്റും ഒക്കെ നമ്മൾ കുക്ക് ചെയ്ത് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി എണ്ണ ചൂടാക്കി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഷാലറ്റില്ലേ അതിനിട്ട് കൊടുക്കണം.
എന്നിട്ട് അതൊരു 3-4 മിനിറ്റ് നമ്മളതിനൊന്ന് വഴറ്റണം. അതിപ്പോൾ ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഈ വെജിറ്റബിൾ സ്റ്റോക്ക് അത് ആഡ് ചെയ്യണം. ഇതൊരു 15 ഗ്രാം വെജിറ്റബിൾ സ്റ്റോക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത് മാറ്റി വെച്ച നമ്മുടെ പാസ്ത വാട്ടറില്ലേ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഒന്ന് കുറുകി വരണം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. കൂടെ പെപ്പർ ഇപ്പൊക്കെ ഉണ്ട്, നല്ല കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്തു. നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ ചീസ് ആഡ് ചെയ്യണം. ഒരു 20 ഗ്രാം, ഒരു 1/3. ഇതിനകത്തേക്ക് ചീസ് ഇട്ടു. ഇനി ചീസ് ഇട്ട് ഇളക്കി ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത എടുത്തിടുക, മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിത് ഒത്തിരി കട്ട് ചെയ്ത് പോയിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്കൊരല്പം വെള്ളം ഒഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കുക്കായി വരുമ്പോഴത്തേക്കും നിങ്ങൾ മിക്സ് ചെയ്യാൻ പോകും. അപ്പോൾ അതിലേക്ക് നമുക്ക് പകുതി വെജീസ് നമ്മൾ ചെയ്തില്ലേ അതങ്ങിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഇളക്കാം. എല്ലാം കൂടെ ഇളക്കിയാണ് മിക്സ് ചെയ്യുക. കണ്ട ആ പാസ്ത ഇട്ടപ്പോൾ എന്തോരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ആകെ കാണാൻ പോലും ഇല്ല. സോറി, പാസ്തയല്ല, സ്പിനച്ച് ഇട്ടപ്പോൾ എന്തോരമായിരുന്നു കുക്ക് ചെയ്തപ്പോൾ. അപ്പോൾ അതാ എല്ലാം എലിഞ്ഞ് ആകെ ഇച്ചിരി ഉള്ളൂ, കാണാൻ പോലും ഇല്ല. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മളുടെ ലെമൺ സെസ്റ്റ് അതും ആഡ് ചെയ്യണം. കുറച്ചുകൂടി സ്ക്യൂസ് ചെയ്ത് വയ്ക്കണം ലെമൺ. നമ്മൾ സെസ്റ്റ് ചെയ്ത ലെമൺ കുറച്ചിട്ടു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ലെമണൊന്ന് സ്ക്യൂസ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇനിയിപ്പോൾ ഒത്തിരി നേരം വെക്കാൻ പറ്റില്ല, കാരണം ഇത് കഴിയും. നമ്മുടെ ക്രീം ഇതായി. അപ്പം നമ്മുടെ പാസ്ത റെഡിയായി. നൈസ്, വെരി യമ്മി. Very good, this pasta tastes. How is the pasta, Gabriel? Great. Great? You like it? Yeah. Okay then. Nice? Yes. I hear the sounds of your heart